അടുത്ത സിനിമയിലേക്ക് ലാലേട്ടനെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടനെ അടുപ്പിക്കില്ല. ഇതോടുകൂടി ലാലുകം അവസാനിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലാലുകം തുടങ്ങുകയാണ്. എമ്പുരാൻ വലിയ ഇട്ടാണ് ഇന്ന് തുടരും. ആവേശണ്ടായിട്ട് സത്യം എത്തിക്കാറ് ലാലേട്ടൻ പലപ്പോഴും തിരിച്ചു വന്നിട്ടുണ്ട്. ശേഷം പലപ്പോഴും ഫ്ലോപ്പുണ്ടായി. അതേ ലാലേട്ടൻ തിരിച്ചു പോകും. ന്യൂ ജനറേഷൻ വന്നപ്പോൾ ഫ്ലോപ്പ് വന്നു. അതേ ലാലേട്ടൻ പുലിമുരുകൻ ഒപ്പം ലാലേട്ടന്റെ ശക്തമായ തിരിച്ചറിവാണ്. ലാലേട്ടനോട് ഈ വർഷം ലാലേട്ടൻ മാത്രമല്ല ദിലീപ് മോഡി എല്ലാം വിളിച്ചു വരും. ആരും ഫീൽഡ് ഔട്ട് ആയിട്ടില്ല. ദിലീപിന്റെ ഒരു ആ പഴയ ഒരു കേസിന്റെ വിവാദം പുറത്തു വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, പക്ഷെ അതിൽ രാമലീല ആ സമയത്താണ് രാമലീല. കഴിഞ്ഞിട്ട് വല്ലതും വിജയിച്ചിട്ടുണ്ടോ? വിജയിച്ചിട്ടുണ്ടോ? പഴയൊരു ലെവലിലേക്ക് തിരിച്ചു വരാൻ ദിലീപിന് കഴിയില്ല. എല്ലാവരും ശക്തമായി തിരിച്ചു വരും. ലാലേട്ടൻ എംബ്രോയിഡറി തിരിച്ചു വന്നു. തുടരും പല മൂവീസ് ഉണ്ട്. ദിലീപ് ബൊബേല് വരും. പിന്നെ അത് കഴിഞ്ഞാൽ നിവിൻ പോളി വരും. നിവിൻ പോളി തടി കുറച്ചു. ആദ്യം കാലം കഴിഞ്ഞിട്ട് ആദ്യ കാലം കഴിഞ്ഞ് മഞ്ജുവാരി മാത്രമാണ്. മഞ്ജുവാരി ഫീൽഡ് ഔട്ട് ഒരിക്കലും ഇല്ല. നിങ്ങളുടെ കാര്യമില്ല. ശക്തമായ കഥാപാത്രം എന്ന് പറയുന്നത് മഞ്ജുവാരി രണ്ടാമത് വന്നപ്പോൾ ആകെ സപ്പോർട്ട് ചെയ്ത ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല. മഞ്ജുവാരി രണ്ടാമത് വന്നപ്പോൾ ലാലേട്ടൻ യുഗം കഴിഞ്ഞു. ലാലുകം കഴിഞ്ഞിട്ടില്ല. എന്ത് പോയി പണി വന്നു. ലാലുകം തുടങ്ങിയിട്ടേ ഉള്ളൂ. എംബ്രാനോട് തുടങ്ങിയില്ല. ഇനി തുടരെ എത്ര മൂവീസ് എല്ലാം. അപ്പോൾ മമ്മൂട്ടിക്ക് വളരെ അസുഖമല്ല. ഇനി ലാലാണ് ഭരിക്കാൻ പോവാണ്. ഇനി പുതിയ തലമുറ വരും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഹോളിവുഡ് ഫിലിംസ് കൂടി 85 വയസ്സിൽ അഭിനയിക്കണം. അമിതാഭ് ബച്ചൻ എന്നുള്ള റോൾ ചെയ്യണം. എംബ്രാനോടുകൂടി തീർന്നു. ഇല്ല, എംബ്രാൻ തുടങ്ങണേ ഉള്ളൂ. എംബ്രാൻ വലിയ ഇട്ടാടോ. മൂന്നാം ഭാഗം വന്നാലും എംബ്രാൻ മൂന്നാം ഭാഗം വരില്ല. ലാലേട്ടനെ വിളിക്കില്ല. ലാലേട്ടൻ വിളിക്കില്ല. പൃഥ്വിരാജല്ല, ലാലേട്ടൻ ഇനി പൃഥ്വിരാജിനെയോ മുരളി ഗോപിയോ അടുപ്പിക്കില്ല. ലാലേട്ടൻ്റെ ഈ എമ്പുരാനിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കണം. ഫിലിം ഇൻഡസ്ട്രിക്ക് വലിയൊരു ഫിലിം ഇൻഡസ്ട്രി ഡൗൺ ആയിരുന്നു. മലയാളം ഫിലിം ഇൻഡസ്ട്രി ഡൗൺ ആയിരുന്നു. അതിന് വലിയൊരു ഉണർവ് കൊടുക്കുന്ന ഇത് ഭയങ്കര ഹിറ്റായി. ഈ ഭയങ്കര ഹിറ്റാണ്. ഇനി തുടരും. ഈ ആറാട്ടണ്ണനെ സമാധിയാക്കുക എന്നാണ് എനിക്ക് പറയാൻ. അതൊന്നുമല്ല, ഞാൻ പറയാം. ഉള്ള കാര്യം പറഞ്ഞ ലാലുകം തുടങ്ങുകയാണ്. ലാലുകം തുടങ്ങുകയാണ്. എനിക്ക് അത്ര ഞാൻ ഈ ഒപ്പിട്ട് തരാം. ഞാൻ യൂസഫിൻ്റെ എംബുരാനാകുന്ന എന്തൊക്കെ പറഞ്ഞു അതെല്ലാം അക്ഷരപ്പെട്ട് ശരിയായി. ഞാൻ ഇലുമിനാറ്റിയാണ്. കാര്യം വ്യക്തമായിട്ട് പറയുന്നു. ലാലുകം എംബുരാൻ തുടങ്ങുകയാണ്. മഞ്ജു യുഗം ഈ സിനിമയിലെ ഏറ്റവും ശക്തമായ ഒരു കഥാപാത്രം മഞ്ജുവാരി. എംബുരാൻ അന്നേരം അഭിനയിച്ചിട്ടുണ്ടാവും. എംബുരാൻ അന്നെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി പുള്ളിക്കാർക്ക് ചാൻസ് ഇല്ല. പുള്ളിക്കാർക്ക് ഒരു ചാൻസ് ഇല്ല. പക്ഷെ ബാക്കി എല്ലാവരും തിരിച്ചു വരും. അവർക്കുള്ള ഫാൻ ബേസ് മഞ്ജുവാരി രണ്ടാമത് വന്നിട്ട് ഒരുപാട് നല്ല സിനിമ ചെയ്യും. ഈ സിനിമ ഹിറ്റായിരിക്കണം. രണ്ടാമത് വന്നിട്ട് മോഹൻലാൽ ആയി ചാൻസ് കൊടുക്കാം. ആ പടത്തിൽ മാത്രം ഒറ്റ ഹിറ്റായി. വേറെ ഏത് പടം ഹിറ്റായിരുന്നു. ഇപ്പോൾ ജോൺ പോയി നല്ല പടമായി. ഒന്നും ഓടിയില്ല. നല്ല ആക്ടേഴ്സാണ്. പുള്ളിക്കാറ്റ് ഒതുക്കുകയാണ് ആൾക്കാർ. ദിലീപിനെ ഒതുക്കുന്നത് നമുക്ക് വരില്ല.